എൻ്റെ പേശുമാരുണ്ട് ഞാൻ പറയുന്നത്. ഇയാളെ അങ്ങനെ വിടാൻ പാടില്ല. ശരീര വെള്ളത്തിന് ഞാൻ പറയുന്നുണ്ട്. ഉമ്മാക്ക് വയ്യ. 3 മാസത്തിൽ റിപ്പീറ്റ് ഉള്ളിൽ വെച്ച് തരാന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് ഇതിൽ എഴുതിയിട്ടുണ്ട് ബുക്കില്. സജി മാത്യു ശരിക്കും അയാള് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെരുന്നില്ല. അവൻ ചെയ്യൂലെന്ന് അത്രയ്ക്കും. വിളിക്കാം, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ വിളിക്കുമല്ലോ, നിങ്ങൾ എന്തിനും ഓടി ഓടി വരണേ, വിളിക്കുമല്ലോ. വിളിക്കണില്ല. 8 മാസം വരെ നോക്കി. ഇപ്പൊ പറയണ് ലാസ്റ്റ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പോയപ്പോ പറയണ് നടക്കൂല, ഓപ്പറേഷൻ നടക്കൂല. ഈ ഓപ്പറേഷൻ ചെയ്തു തരാൻ ഡോക്ടർ ചെയ്യുന്ന നിങ്ങൾ എന്നെ കൊന്നു തരീന്ന് പറഞ്ഞാൽ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഇനി ഈ ബാഗ് കൊണ്ട് തന്നെ കഴിയാം, കാലം മുഴുവൻ ഇത് തന്നെ. എന്നിട്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ലാസ്റ്റ് കൈമലത്തിട്ട് ഇയാൾ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണില്ല. ഇങ്ങനെ ചരിഞ്ഞൊന്നും കിടക്കാൻ പറ്റൂല, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് വേദനയുണ്ട്. ഏത് മന്ത്രിമാരും വിളിച്ചാൽ എനിക്ക് പേടിയില്ല, ആര് വിളിച്ചാലും എനിക്ക് പേടിയില്ലാന്ന്. 4 ലാസ്റ്റ് കിടന്ന് കരഞ്ഞു പറഞ്ഞ് എൻ്റെ ഉമ്മാക്ക് വയ്യ എന്ന് ചെയ്തതാ. അത്രയ്ക്കും ബേജാറായിട്ട് തന്നെ കരയണത്. നമസ്കാരം. എറണാകുളം ജനറൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പള്ളുരുത്തി സ്വദേശിയായ നിഷാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. നിഷാദിൻ്റെ ഉമ്മ രേഷ്മ KM കടുത്ത വയറുവേദനയെ തുടർന്നാണ് കഴിഞ്ഞ വർഷം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. വിശദമായ പരിശോധനയിൽ മലദ്വാരത്തിന് അല്പം മുകളിലായി സിഗ്മോയിഡ് കോളനും മലാശയവും ചേരുന്ന ഭാഗത്ത് മുഴ കണ്ടെത്തി. ഇത് സർജറി ചെയ്യുവാനുള്ള സംവിധാനം ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ കൂടുതൽ സൗകര്യമുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. 2025 ജനുവരി 29 എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സജി മാത്യു ലാപ്രോസ്കോപ്പിക് ആൻറ്റീരിയർ റിസക്ഷൻ എന്ന ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഒരു കൊല്ലമായി ശരിക്കും ഉമ്മാക്ക് ശരിക്കും ഓപ്പറേഷൻ ചെയ്തിട്ട് ചെയ്യാന്ന് 3 മാസത്തിൽ ചെയ്യാന്ന് പറഞ്ഞ്. പിന്നെ 6 കീമോ ചെയ്തിട്ട് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞ്. പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുക ബുക്കിൽ തോന്നിട്ട് ഇയാളുടെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം സജി മാത്യു സാറിൻ്റെ ഡോക്ടറിൻ്റെ വിളിക്കുക ശരി അത് പറഞ്ഞിട്ട് ഞാൻ 2 മാസം നിട്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് നടക്കണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ വിളിക്കാന്നിട്ട് ഇപ്പോൾ അന്നാ മുമ്പ് എന്നെ പറയണ്ടേ ഓപ്പറേഷൻ നടക്കൂല എന്ന് പറഞ്ഞാൽ ശരി ഞാൻ വിട്ടിട്ടുണ്ടാവും. പിന്നെ ബുക്ക് തുറന്നിട്ട് പറയും ഇത്രയും ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യാനുണ്ട്, ഇവർ ഇത്രയും പേരുണ്ട്, അവർ കഴിഞ്ഞിട്ട് വിളിക്കാന്നിട്ട് പിന്നെ എപ്പോഴും ഞാൻ 10-30 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാന്നുണ്ട്. ഇപ്പൊ പറയണ് ലാസ്റ്റ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പോയപ്പോൾ പറയണ് നടക്കൂല, ഓപ്പറേഷൻ നടക്കൂല എന്ന്. ശസ്ത്രക്രിയ ചെയ്ത ഭാഗം ഉണങ്ങുന്നതിനായി താൽക്കാലികമായി മലവിസർജനത്തിന് വയറിൻ്റെ വശത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കൊളോസൽ ബാഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് മലവിസർജനം നടത്തുന്നത്. മുറിവുകൾ ഉണങ്ങിയ ശേഷം മറ്റൊരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കും. എന്നാൽ രേഷ്മയ്ക്ക് ഈ ശസ്ത്രക്രിയ 1 വർഷം കഴിഞ്ഞിട്ടും ഡോക്ടർ സജി മാത്യു നടത്തിയില്ലെന്നാണ് ആരോപണം. മൂന്ന് മാസത്തിൽ റിപ്പീറ്റ് ഉള്ളിൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് ഇതിൽ എഴുതിയിട്ടുണ്ട് ബുക്കിൽ. റിപ്പീറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി 3 മാസമായി പോയി ചോദിച്ചപ്പോൾ കീമോ കഴിയട്ടെ എന്ന് പറഞ്ഞ് 6 കീമോ ഓൺകോളേജ് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. 6 കീമോയും കഴിഞ്ഞിട്ട് പോയപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ എല്ലാ ടെസ്റ്റും ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കാം, നിങ്ങൾ പോയിക്കോളി, അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പേരെല്ലാം എഴുതി വെച്ച് ഫയലിൽ. അങ്ങനെ അത് നോക്കി 3 മാസം നോക്കി കഴിഞ്ഞ് പിന്നെ പോയപ്പോൾ എന്താ പറയണേ
തിയേറ്ററിൽ ഇപ്പോൾ ഇത് നടക്കണേണ്, വർക്ക് നടക്കണേണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുക, ഫസ്റ്റ് നിങ്ങളെ വിളിക്കുള്ളൂ. അങ്ങനെ ഈ മറ്റേ ഡോക്ടർ അസിസ്റ്റൻറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് എഴുതി വയ്ക്കാൻ പറഞ്ഞ്, ഫയലിൽ എഴുതി വെച്ച് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ തരിയെന്ന് പറഞ്ഞ് 2 ഫോൺ നമ്പർ കൊടുത്ത്, എൻ്റെതും മോൻ്റെതും കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് ഈ വിളിക്കണത് കാണില്ല. എൻ്റെ മോൻ ആഴ്ചയിൽ വരും പാലക്കാട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത കാരണം മോനാണ് ഞങ്ങളുടെ കൂടെ നിൽക്കണത്, വേറെ ആരും ഇല്ല. ഞങ്ങൾ 3 പേരും സുഖക്കെടുകാരാണ്. പാപ്പയും എനിക്ക് സുഖമില്ല. അവനാണ് നോക്കണത്, അവൻ്റെ ജോലിയും കളഞ്ഞിട്ട് അവൻ ഞങ്ങളെ നോക്കണത്. കച്ചവടത്തിനൊന്നും അവൻ പോകാറില്ല. ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ്. അങ്ങനെ അവൻ ആഴ്ചയിൽ എന്താ ഡോക്ടർ വിളിക്കാത്തത്, വിളിക്കണില്ല എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 10 ദിവസമൊക്കെ ആകുമ്പോൾ വന്ന് നോക്കി വിളിക്കുക നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ വിളിക്കുമല്ലോ, നിങ്ങൾ എന്തിനും ഓടി വരണം, വിളിക്കുമല്ലോ. വിളിക്കണില്ല. 8 മാസം വരെ നോക്കി. ഇപ്പോൾ ഇന്നലെ ഞാൻ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു ഇനി വിളിക്കണ്ട, ഇനി ഞങ്ങൾക്ക് നേരിട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വയ്യ. ഇത് വണ്ടിയിൽ ഇപ്പോൾ കുറേ പൈസ വേണം, ഞങ്ങൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല. അങ്ങനെ ആ ടെസ്റ്റിന് വരുമ്പോഴും വണ്ടിയിലാണ് വന്നത്. എന്ത് ബുദ്ധിമുട്ടായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ? ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ചരിഞ്ഞൊന്നും കിടക്കാൻ പറ്റൂല, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള സമാധാനത്തിൽ ഇന്നലെ ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന് ഡോക്ടർ പറയുന്നത് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, ഈ ബാഗും വെച്ച് തന്നെ ഉമ്മ നടന്നോളണം. അത് അസിസ്റ്റന്റ് ഡോക്ടറിനെ കൊണ്ടാണ് പറയിപ്പിച്ചത്. പിന്നെ ഡോക്ടർ മുഖത്തെ നോക്കണില്ല, അയാള് മുഖത്തെ അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞപ്പോൾ എന്നെ വേഗം റൂമിലേക്ക് അസിസ്റ്റന്റ് ഡോക്ടർ വിളിച്ചിട്ട് പോയി. അവിടെ കിടക്കുമ്മാന്ന് പറഞ്ഞ് കടന്ന് ബാഗ് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രയാസം, ബുദ്ധിമുട്ടുള്ളത്? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റുന്നില്ല. ഈ ഓപ്പറേഷൻ ചെയ്തു തരാൻ ഡോക്ടർ നിങ്ങൾ എന്നെ കൊന്നു തരീന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ്. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഇനി ഈ ബാഗ് കൊണ്ട് തന്നെ കാലം മുഴുവൻ ഇത് തന്നെ വച്ചിട്ട് കഴിയും, ഇത് ഇനി മാറ്റാൻ പറ്റില്ല, ഇതൊക്കെ ഇതായിരിക്കണേണ്. അതിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് അടിഭാഗത്തിലൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട്. വേറെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് പറയണത് ഇയാള് പറയണത്. ഏത് അസിസ്റ്റന്റ് ഡോക്ടർ മെയിൻ സർജറി അത് അവരുടെ ഇഷ്ടത്തിനാണ് പറയണത്. ഇതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഇനി നിങ്ങൾ മരിക്കുന്ന കാലം വരെ ഈ ബാഗും വച്ചിട്ട് തന്നെ നിങ്ങൾ നടക്കണം, നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഇനി ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾ എത്ര ലക്ഷം പ്രൈവറ്റിൽ പോയി നിങ്ങൾ കൊടുത്തതാണ് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കളഞ്ഞ്. എൻ്റെ മോനാണെങ്കിൽ കടന്ന് എത്ര കഷ്ടപ്പെട്ട് ഓടി വരുമ്പോഴൊന്നും ഇങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ വിളിക്കുക, ഫയലിൽ എഴുതി വെച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാത്തും കൊണ്ടിരുന്ന് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അന്ന് നമ്മൾ പരാതിപ്പെട്ടൊന്നുമില്ല അതോടെ? എനിക്കൊന്നും പറയില്ല. സർജറി ഡോക്ടർ സജി മാത്യുവിനായിട്ട് ശരിക്കും ഒരു ആക്ഷൻ എടുക്കണം. സൂപ്രണ്ടിന് മാത്രമേ നമ്മൾ പരാതി കൊടുത്ത് വിനോദ് MLA എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇയാള് ശരിക്കും വിളിക്കാൻ ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞ് കൈമലത്തി കളഞ്ഞ്. ഇയാള് എൻ്റെ മുഖത്തെ നോക്കൂല സജി മാത്യു. അയാളിനായിട്ട് ശരിക്കും അയാളിനെ വിടാൻ പാടില്ല. സജി മാത്യു അയാളുടെ അവിടുത്തെ എല്ലാവരും അയാളിനെ പറ്റിയിട്ട് ശരിക്കും നല്ല ദേഷ്യമാണ്. ശരിക്കും ഇല്ല, ചെയ്തിട്ടില്ല. ഇയാളാണ് ചെയ്തത്. ഞാൻ പാലക്കാട് പോയിട്ട് ഉമ്മയൊക്കെ പാലക്കാടാണ്, വാപ്പാൻ്റെ നാടാണ് പാലക്കാട്, ഉമ്മാൻ്റെ നാട് കൊച്ചിയാണ്. നമ്മൾ ആദ്യം മട്ടാഞ്ചേരിയിലായിരുന്നു, മട്ടാഞ്ചേരിക്കാരാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എനിക്കൊന്നും അറിയാത്തോണ്ട് സംഭവിച്ചാണ്. ഏത് മന്ത്രിമാരെ ആര് വിളിച്ചാലും എനിക്ക് പേടിയില്ല. ഡോക്ടർ അതാണ് എൻ്റെ അടുത്ത് പറയണത്. ലാസ്റ്റ് ഘട്ടത്തിൽ പറയണത് എനിക്ക് ഒന്നും ഏത് മന്ത്രിമാരും വിളിച്ചാൽ എനിക്ക് പേടിയില്ല, ആരും വിളിച്ചാലും എനിക്ക് പേടിയില്ലാന്ന്. ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ കരഞ്ഞു പറഞ്ഞ് എൻ്റെ ഉമ്മാക്ക് വയ്യ എന്ന് ചെയ്തതാ, സോറി ഡോക്ടറെ എന്നൊക്കെ നല്ല കരഞ്ഞു പറഞ്ഞു. ഞാൻ ശരിക്കും ആദ്യം ശരിക്കും എല്ലാം മര്യാദയ്ക്കാണ് നോക്കിയത്, എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ലാസ്റ്റ് ഘട്ടത്തിൽ ആരായാലും ഉമ്മാക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പാർട്ടി ബേസിൽ നോക്കൂലേ, എന്നാ നോക്കി.
ഉമ്മാക്ക് പാപ്പാക്കും എല്ലാവർക്കും വയ്യാണ്ട് ഞാൻ മാത്രം ഇടാൻ പറ്റില്ല. മേനയിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യാനാണ്. ഫുട്പാത്തിൽ എൻ്റെ പേര് നിഷാദാണ്. മേനയിൽ കുഞ്ചു എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. മേനയിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യാനാണ്, അറിയാത്ത ആരുമില്ല. ഒന്ന് ഇതിന് ഒരു നടപടിയെടുക്കണം. ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടപ്പോൾ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താമെന്നും അറിയിച്ചു. നിഷാദിൻ്റെ ഒരു സങ്കടം എന്തായാലും കേരളം കാണേണ്ടതാണ്. മുൻ ആരോഗ്യമന്ത്രിയായ വീണ ജോർജും കാണണം. നിങ്ങൾ നമ്പർ 1 ആണ് ആരോഗ്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടുള്ളതാണ്. ഇതുപോലെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഉമ്മയ്ക്ക് നീതി ലഭിക്കണം. എനിക്ക് പേടിയില്ലാന്ന്. ഏത് മന്ത്രി വന്നാലും എനിക്ക് പേടിയില്ല. അയാൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂല. ഇപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർമാരെല്ലാം വഴക്കിട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞ് ഇയാളെ പറ്റി ആരും നല്ല അഭിപ്രായം പറയണില്ല. നിഷാദിന്റെ ആ ഒരു സങ്കടമാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് തന്നെ വലിയ സങ്കടം തോന്നുകയാണ്. കാരണം ഈ പ്രായമുള്ള മനുഷ്യൻ കരയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ വാക്കുകൾ പോലും ഇടറിപ്പോവുകയാണ്. എന്തായാലും ഉടനെ ഒരു പരിഹാരം കാണണം. എന്താണ് ഏറ്റവും നല്ല ചികിത്സ ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുക, അത് എത്രയും വേഗം തന്നെ കൊടുക്കണം. നിഷാദിൻ്റെയും ഉമ്മയുടെയും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണണം. ഈ ഡോക്ടർ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികളും സ്വീകരിക്കണമെന്നാണ് നിഷാദിൻ്റെ ആവശ്യം. കൊച്ചിയിൽ നിന്നും പ്രണവസ് പ്രകാശിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.